കിരീടം തലേ വെച്ചുകൊണ്ട് നിനക്ക് ആരാധിക്കാൻ ഒക്കത്തില്ല. പലപ്പോഴും പല പ്രിയപ്പെട്ട് ചോദിച്ചിട്ടുണ്ട്, ദൈവത്തെ ആരാധിക്കാൻ ഭാഷയ്ക്ക് ലജ്ജയില്ല, നാണമില്ലെന്ന്. അങ്ങനെ കിടന്ന് ചാടാനൊക്കെ. ബൈബിൾ കോളേജിന്റെ പ്രസിഡന്റാ, വടി പോലെ നിൽക്കാതെ, എല്ലാവരും നിൽക്കുന്നവരെ നിൽക്കാതെ ബൈബിൾ കോളേജിന്റെ പ്രസിഡന്റാ, സെൻട്രൽ പാസ്റ്ററാ. ഇത്ര കിടന്ന് ചാടേണ്ട ആവശ്യമുണ്ട്. അനേക ആവശ്യമുണ്ട്. രണ്ടു തന്നെ പറയാം. എനിക്ക് യേശുവിനെ കുറിച്ച് ലജ്ജയില്ല. കാരണം 2000 വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ ഒരു മുറിക്കുള്ളിലാണ് യേശു മരിച്ചത്. പരസ്യമായ ഒരു സ്ഥലത്ത്, ഹൈവേ പോലുള്ള റോഡിന്റെ സൈഡില് നൂറുകണക്കിന് ആയിരക്കണക്കിന് ആളുകൾ കാണുന്ന നിലയിൽ ഗോൽഗോത്തയുടെ മലമുകളിൽ 2 കള്ളന്മാരുടെ മധ്യത്തിൽ നഗ്നനായി എനിക്ക് വേണ്ടി കിടക്കുവാൻ ലജ്ജയില്ലാത്ത യേശുവിന്, ഞാൻ ഇതിലും അധികം സ്തുതിക്കൂ. അവനെ കുറിച്ച് ലജ്ജിക്കേണ്ട ആവശ്യമില്ല. അതൊരു കാര്യം. രണ്ടാമത്തെ കാര്യം കേൾക്കണോ? ഞാൻ ഈ കൃപ വരുന്നതിന് മുമ്പ് ഇപ്പൊ 50 വർഷമായി സോഷ്യലായിട്ട് 50 വർഷം കഴിഞ്ഞു. രക്ഷിക്കപ്പെടുന്നതിന് മുമ്പേ എനിക്കൊരു ബ്രാക്കറ്റ് പീരീഡ്. അത് ചിലർക്കൊക്കെ അറിയാം, പഴയ ആളുകൾക്ക് അറിയാം. അത് രാഷ്ട്രീയത്തിലായിരുന്നു. കൊട്ടാരക്കര കോളേജിൽ പഠിക്കുന്ന കാലത്ത്, രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുന്ന കാലത്ത്, മുണ്ടും മടക്കി കുത്തി ജംഗ്ഷനിൽ നൂറുകണക്കിന് ആൾക്കാർ നോക്കിയിരിക്കുമ്പോൾ തോറ്റ ഒരു നേതാവിന് വേണ്ടി TJ വിളിക്കാനും ചാടാനും നൃത്തം ചെയ്യാനും മുദ്രാവാക്യം വിളിക്കാനും ലജ്ജയില്ലെങ്കിൽ, എന്റെ യേശു എന്നെ രക്ഷിച്ച ദൈവത്തിന്റെ വിധങ്ങളെ ഓർക്കുമ്പോൾ ഇത്രമാത്രം സ്തുതിച്ചാ പോരാ, ഇത്രമാത്രം ദൈവത്തെ മഹത്വപ്പെടുത്തിയാ പോരാ. വെളിപ്പാട് പുസ്തകം നമ്മൾ വായിക്കുമ്പോൾ അവിടെ കാണുന്നൊരു കാര്യമുണ്ട്. കുഞ്ഞാട് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോഴെല്ലാം മൂപ്പന്മാരും കിരീടങ്ങൾ എന്ന് ഉറക്കെ പറ. കിരീടങ്ങൾ എവിടെ വെച്ചു? കിരീടം താഴ്ന്നു വീട് നമസ്കരിച്ചു. കിരീടം താത്തു വെച്ചെന്ന് അർത്ഥം എന്തുവാ? കുഞ്ഞാടിന്റെ മുമ്പിൽ ആരാധിക്കണമെങ്കിൽ കിരീടം താത്തു വെക്കണം. ദൂത മനസ്സിലാക്കിയ ദൈവമക്കൾ ദൈവത്തിന് മഹത്വം കൊടുക്കുക. സെൻട്രൽ പാസ്റ്ററിന്റെ കിരീടം, ബൈബിൾ കോളേജ് പ്രസിഡന്റിന്റെ കിരീടം, പ്രീച്ചറിന്റെ കിരീടം, നിനക്ക് എന്തെങ്കിലും സ്ഥാനമാനം ലോകത്ത് തന്നെങ്കിൽ ദൈവത്തിന് മുമ്പാകെ കിരീടം താത്തുപോയി. കിരീടം തലേ വെച്ചുകൊണ്ട് നിനക്ക് ആരാധിക്കാൻ ഒക്കത്തില്ല. എന്തുകൊണ്ടാ വലിയ നേതാക്കന്മാരെ പലരും സ്റ്റേജുകളിൽ വടി പോലെ നിൽക്കുന്നുണ്ട്? ആരാധിക്കാത്ത റീസൺ എന്താ? കിരീടം. അവിടെ കിരീടം വെച്ചേക്കുക. സ്ഥാനമാനത്തിന്റെ, ആ പൊസിഷന്റെ, ആ പദവിയുടെ കിരീടം തലേ വെച്ചേക്കുക. കുഞ്ഞാടിന്റെ സാന്നിധ്യം ഉണ്ടെങ്കിൽ കിരീടങ്ങൾ താത്തുവെച്ച് അവന്റെ മുമ്പിൽ വീണമടങ്ങി നമസ്കരിക്കുന്ന ഒരു കൂട്ടം ദൈവമക്കൾ. നിനക്ക് കിരീടം വെച്ചോണ്ട് ആരാധിക്കാൻ കഴിയത്തില്ല. നിന്റെ കിരീടം ഇരട്ടുകളാ. കിരീടം താത്തുപോയി. ദൈവത്തെ ആരാധിക്കുക, ആദ്യം ആരാധിക്കുക.